അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16 ബുധനാഴ്ച. സംസ്ഥാനത്തെ കീം പ്രവേശനം പുതുക്കിയ പട്ടികയ്ക്ക് സ്റ്റേ ഇല്ല. പ്രവേശന പരീക്ഷയിലെ മാർക്ക് സമീകരണം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇതോടെ പഴയ മാനദണ്ഡ പ്രകാരമുള്ള പുതിയ കീം റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി പ്രവേശന നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ 4 ആഴ്ചയ്ക്ക് ശേഷം വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. നേരത്തെ തന്നെ മാപ്പില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന സഹോദരൻ അബ്ദുൽ ഫത്താഹ് മദ്നി ഇപ്പോൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാധനം വേണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കി. തങ്ങളുടെ ആവശ്യം നീതി മാത്രമാണെന്നും സത്യം മറക്കപ്പെടുന്നില്ലെന്നും എത്ര ദൈർഘ്യമെടുത്താലും ദൈവത്തിന്റെ സഹായത്തോടെ നീതി നടപ്പാക്കപ്പെടുമെന്നും മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് എത്ര കാലത്തേക്കെന്ന് വ്യക്തതയില്ലെന്നും വധശിക്ഷ എപ്പോൾ വേണമെങ്കിലും നടപ്പാക്കാമെന്ന് ആശങ്കയുണ്ടെന്നും എന്നാൽ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. കാന്തപുരത്തിന്റെ ഇടപെടലാണ് അവസാനം ഗുണം ചെയ്തതെന്നും മാപ്പ് നൽകുന്നതിൽ തലാലിന്റെ കുടുംബത്തിൽ അഭിപ്രായ ഐക്യമില്ലെന്നും ആക്ഷൻ കമ്മിറ്റി അംഗം സജീവ് കുമാർ പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള തുടർ നടപടികൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി പകർപ്പ് ആധികാരികം തന്നെയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. വിധി പകർപ്പിന്റെ ആധികാരികതയിൽ ആർക്കും സംശയം വേണ്ടെന്നും ഉത്തരവ് സനായിലെ കോടതിയുടേത് തന്നെയാണെന്നും ഓഫീസ് അറിയിച്ചു. കാന്തപുരത്തിന്റെ വാട്ടർമാർക്ക് പതിപ്പിച്ചതാണ് ചിലർ വിവാദമാക്കുന്നത്. വാട്ടർമാർക്ക് ഇല്ലാതെ പുറത്തുവിട്ടാൽ മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് പ്രതികരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നടക്കുന്ന കുപ്രചാരണങ്ങളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിച്ചതെന്ന് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സണും DMC ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ക്രെഡിറ്റ് തട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തലാലിന്റെ കുടുംബത്തിന്റെ കടുത്ത നിലപാടോടെ ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ലെന്നും നിസ്സഹായാവസ്ഥയിലാണെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ MLA. മോചനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. മതപണ്ഡിതനെന്ന നിലയിൽ കാന്തപുരം നടത്തിയ ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിന് വഴിവെച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗോവിന്ദൻ വ്യക്തമാക്കി. ശബരിമലയിലേക്ക് ADGP MR അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര ദൗർഭാഗ്യകരമായി പോയെന്ന് ഹൈക്കോടതി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമാണെന്നും അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു.
ശബരിമലയിലേക്ക് അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്ര ചട്ടവിരുദ്ധമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏറെക്കാലം ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉന്നതൻ തന്നെ നിയമം ലംഘിച്ചു എന്നാണ് കണ്ടെത്തൽ. ADGP MR അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയെ വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. വകതിരിവ് എന്നൊരു വാക്കുണ്ടെന്നും ട്യൂഷൻ ക്ലാസ്സിൽ പോയാൽ അത് പഠിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് MR അജിത് കുമാർ പമ്പയിൽ എത്തി. തുടർന്ന് പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി. ദർശനം നടത്തി അടുത്ത ദിവസം വീണ്ടും ട്രാക്ടറിൽ മലയിറങ്ങി. അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ. കുറ്റം ട്രാക്ടർ ഡ്രൈവറുടെ മേൽ ചുമത്തിയ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. പമ്പ പോലീസാണ് കേസെടുത്തത്. MR അജിത് കുമാറിനെ കുറിച്ച് FIR-ൽ പരാമർശമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ശുചീകരണ ജീവനക്കാരുടെ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. നവമാധ്യമ ഇടപെടലിന് സ്വതന്ത്ര പ്രൊഫൈലുകളെ കൂടെ നിർത്താൻ കർമ്മ പദ്ധതിയുമായി CPM-ന് പാർട്ടി പത്രവും ചാനലും ഉണ്ടെങ്കിലും അഭിപ്രായ രൂപീകരണത്തിലും ആശയപ്രചാരണത്തിലും സോഷ്യൽ മീഡിയ സാധ്യതകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനാകൂ എന്ന് CPM നേരത്തെ വിലയിരുത്തിയിരുന്നു. അതിനുള്ള നടപടി തുടങ്ങിയിട്ട് ഏറെ നാളുകളായെങ്കിലും MV നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സെല്ലിന്റെ നിർദ്ദേശങ്ങൾ ഇതുവരെ പാർട്ടി നേതൃത്വം അംഗീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. JSK സിനിമ വിവാദത്തിൽ നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. സിനിമ നാളെ റിലീസ് ചെയ്യും. പ്രശ്നം പരിഹരിച്ച സാഹചര്യത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. ടീസറിലും പരസ്യങ്ങളിലുമുള്ള സിനിമയുടെ പഴയ പേര് നിയമപ്രശ്നങ്ങൾക്ക് വഴിതെളിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പേരടക്കം 7 മാറ്റങ്ങളോടെയാണ് JSK തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന് അനുവദിച്ച ഔദ്യോഗിക വാഹനം പിടിച്ചെടുക്കാനുള്ള VC-യുടെ ഉത്തരവ് നടപ്പായില്ല. രജിസ്ട്രാർ അനിൽകുമാർ ഇന്നും തനിക്ക് സർവകലാശാല അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിൽ ജോലിക്കെത്തി. സെക്യൂരിറ്റി ഓഫീസറോട് കാർ ഗ്യാരേജിൽ സൂക്ഷിക്കാനും വാഹനത്തിന്റെ താക്കോൽ മിനി കാപ്പന് നൽകാനുമായിരുന്നു ഉത്തരവ്. എന്നാൽ തനിക്ക് സ്വന്തം വാഹനമില്ലെന്ന് പറഞ്ഞ രജിസ്ട്രാർ സർവകലാശാല നൽകുന്ന വാഹനത്തിലെ ജോലിക്കെത്താനാവോ എന്ന് വ്യക്തമാക്കി. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള നടപടികൾ ഇന്നു തുടങ്ങും. ഈ മാസം 24-നാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. ജൂലൈ 31-ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കുത്തിയിരിപ്പ് സമരവുമായി CPM നേതാവ് പത്തനംതിട്ട കുന്നന്താനം വടക്ക് ലോക്കൽ സെക്രട്ടറി SV സുബിൻ. പാലക്കൽ തകിടി സെന്റ് മേരീസ് സർക്കാർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകൻ ഇല്ലാത്തതിലാണ് സമരം. അധ്യാപകരെ ഉടൻ നിയമിക്കണമെന്നാണ് നേതാവിന്റെ ആവശ്യം. പാലക്കാട് നിപ ബാധിച്ച് മരിച്ച കുമരംപുത്തൂർ സ്വദേശിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. റൂട്ട് മാപ്പിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലും സമയങ്ങളിലും ഇടപഴകിയവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടാൻ അധികൃതർ നിർദ്ദേശം നൽകി. നിപ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ആലുവ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഇജാസിനെതിരെയാണ് കേസ്. 73 വയസ്സുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ ബാലകൃഷ്ണനെയാണ് ഇജാസ് മർദ്ദിച്ചത്. കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി ഷെറിന്റെ സഹതടവുകാരി. ഷെറിൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ അടുപ്പക്കാരിയായിരുന്നു എന്നും ഷെറിന് കൊടുത്ത വാക്കുപാലിക്കാനായിരിക്കും ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതെന്നും തളിക്കുളം സ്വദേശി സുനിത പറഞ്ഞു.
കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ആ ദൗത്യത്തെക്കുറിച്ച് പുസ്തകമെഴുതുന്നു. അർജുന്റെ ജീവനെടുത്ത ഷിരൂർ ദുരന്തത്തിന് ഇന്ന് 1 വർഷം തികയുമ്പോൾ വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് AKM അഷ്റഫ് ഇക്കാര്യം പങ്കുവയ്ക്കുന്നത്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നുവെന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. വിഭജികയുടെ അമ്മ വിദേശത്തേക്ക് പോയ സാഹചര്യത്തിലാണ് അമ്മയുടെ സഹോദരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശിനി വിഭജികയും മകൾ വൈഭവിയും ഷാർജയിൽ മരിച്ചതിൽ സംശയങ്ങളുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ നീതിയും ന്യായവും അവർക്ക് കിട്ടണം. ഷാർജയിലെ നിയമമനുസരിച്ച് മൃതദേഹം ഭർത്താവിന് വിട്ടുകൊടുക്കും. ഇന്ത്യൻ നിയമവ്യവസ്ഥയിലൂടെ അത് തടയാനുള്ള ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് സീസൺ 5 വിജയികളെ പ്രഖ്യാപിച്ചു. വിജയികൾക്ക് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും ദേശീയ നേതാക്കളുമായി സംവദിക്കുന്നതിനും സൗജന്യമായി അവസരമൊരുക്കും. ബംഗളൂരുവിൽ ഗുണ്ടയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മുൻ മന്ത്രിയും BJP MLAയുമായ ഭൈരതി ബസവരാജിനെ പ്രതി ചേർത്ത് പോലീസ്. 46-കാരനായ ശിവകുമാറാണ് കൊല്ലപ്പെട്ടത്. ഭൂമാഫിയ തർക്കത്തെ തുടർന്ന് ബസവരാജിന്റെ ഗുണ്ടകൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ശിവകുമാർ നേരത്തെ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഖത്തറിൽ ഗതാഗത നിയമലംഘനങ്ങളെ തുടർന്ന് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ 3 മാസത്തിനുള്ളിൽ ഉടമകൾ എത്തി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരിച്ചെടുത്തില്ലെങ്കിൽ ലേല നടപടികളിലേക്ക് പോകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷനും നാസയുടെ ഇസ്രോയുടെയും നടപടികളും പൂർത്തിയാക്കി ശുഭാംശു ശുക്ല ഓഗസ്റ്റ് 17 ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ കൊടും ചൂട് തുടരുന്നു. ഇന്നലെ അൽ റാബിയയിൽ 51 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജഹ്റ, അബ്ദലി, കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ മറ്റു സ്ഥലങ്ങളിലും 50 ഡിഗ്രി വരെ താപനില ഉയർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെച്ച് ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പാലസ്തീൻ US പൗരനായ സെയ്ദ് മുസല്ലറിന്റെ കൊലപാതകത്തെ അപലപിച്ച് ട്രംപ് ഭരണകൂടം. ലോകത്ത് എവിടെയായാലും US പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്ന് US അംബാസിഡർ മൈക്ക് ഹക്കബി ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഒരു ഭീകരനെ തിരിച്ചറിഞ്ഞതായി NIA അറിയിച്ചു. ലഷ്കർ ഭീകരൻ സുലൈമാൻ ഷായുടെ സാന്നിധ്യം വ്യക്തമാക്കിയെന്നാണ് NIA പറയുന്നത്. കൂട്ടക്കുരുതിക്ക് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തിയ ശേഷമായാണ് ഭീകരർ ബൈസരൺ താഴ്വര വിട്ടതെന്ന നിർണായക മൊഴിയും NIAക്ക് ലഭിച്ചു. ഇസ്രയേലിൽ ഘടകകക്ഷി സംഖ്യം വിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിൽ. യാഥാസ്ഥിക കക്ഷിയായ യുണൈറ്റഡ് തോറ ജുദായിസം പാർട്ടിയുടെ 6 അംഗങ്ങളാണ് രാജിക്കത്ത് നൽകിയത്. മതവിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനത്തിൽ ഇളവ് നൽകണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഇരുന്നതോടെയാണ് ഇത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.